ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വിളിച്ചവൻ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ വചനങ്ങളെ ഏറ്റെടുത്തവൻ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവൻ, ദുനിയാവിൽ വെച്ച് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ ക്ഷണിക്കുന്നു. അള്ളാഹു വലിയവനാണ്, അവൻ അജയ്യനാണ്, അവൻ ഏകനാണ്, അവൻ മഹോന്നതനാണ്, അവൻ ഉത്കൃഷ്ടനാണെന്ന് ദിനേന 5 പ്രാവശ്യം വിളിക്കുമ്പോ ചെവി കൊടുത്ത് ഉത്തരം നൽകിയ സഹോദരാ, അവൻ പറയുമത്രേ റബ്ബി അല്ലാഹ്. അതാണ് ഖുർആനിൽ അല്ലാഹു യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ. ദുനിയാവിൽ ആ വാക്കുകളും വചനങ്ങളും അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞത് ഖബറിലാണ്, ഖബറിലാണ്. അവൻ പറയുമത്രേ എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. രണ്ടാമത് അവനോട് ചോദിക്കുകയാണ് വമാ ദീനുക, നിന്റെ ദീനേതാണ്, നിന്റെ മതമേതാണ്, നിന്റെ ആദർശമേതാണ്? ദീനിയൽ ഇസ്ലാം, ഇസ്ലാമിക ആദർശമാണ് എന്റെ ആദർശം. ആ വഴികളിലൂടെയാണ് ഞാൻ നടന്നത്. ആ പ്രത്യായ ശാസ്ത്രത്തെ പരിപൂർണമായി സ്വീകരിച്ചവരാണ്. മൂന്നാമതായി അവനോട് ചോദിക്കുകയാണ് വമാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ കുറിച്ച് പരിചയമുണ്ടോ? ഉടനെ ആ വ്യക്തി പറയുകയാണ്, ആ ഖബറാളി പറയുകയാണ് അറിയാം, അറിയാം. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങളെ സത്യത്തിന്റെ വഴികളിലേക്ക് നയിച്ച മഹാനാണ്, സത്യത്തിന്റെ തിരുനാളം കൊളുത്തി തന്ന പ്രവാചകനാണ്, സത്സരണിയിലേക്ക് ഞങ്ങളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി ഞങ്ങളെ ഉദ്ധരിച്ച പ്രവാചകനാണ്. ഉടനെ ചോദിക്കുകയാണ് വമായുദ്രീക, അത് നിനക്ക് എങ്ങനെ അറിയാം, അത് നിനക്ക് എങ്ങനെ അറിയാം? സത്യത്തിന്റെ ദൂതനാണ്, വെളിച്ചത്തിന്റെ നിലവാരമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് മലക്കുകൾ നമ്മോട് ചോദിക്കുമ്പോ സാലിഹായ മനുഷ്യനാണെങ്കിൽ പറയുമത്രേ ഖറഅതു കിതാബല്ലാഹ് വസദ്ദഖതു ബിഹി വആമന്തു ബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പഠിച്ചവനാണ്, ഖുർആൻ ഞാൻ ഓതിയവനാണ്, അത് ഞാൻ ഹൃദയസ്ഥമാക്കിയവനാണ്, അതിന്റെ ആയത്തുകളും അധ്യായങ്ങളും ആദർശങ്ങളും കേട്ടുപഠിച്ചവനാണ്. ആ ഖുർആനിനകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയവനുമാണ്. അതുകൊണ്ടാണ് ഇതാണ് എന്റെ പ്രവാചകനെന്ന് എനിക്ക് പറയാൻ സാധിച്ചത്. ഇത്രയും പറയുമ്പോ തന്നെ അല്ലാഹുവിന്റെ മറുപടി ആകാശ ലോകത്ത് നിന്നൊരു വിളിയാളം ഉണ്ടാകുമത്രേ അറൂഹു മൻസിലഹു, അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാട്ടിക്കൊടുക്കണേ മലക്കുകളെ, അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാട്ടിക്കൊടുക്കണേ മലക്കുകളെ. ഫയുഫ്തഹു ലഹു മദ്ബസരിഹി, ഉടനെ 6 അടി മണ്ണിന്റെ ഞെരുക്കമുള്ള ഖബർ അതാ കണ്ണത്താ ദൂരത്തോളം വിശാലപ്പെടുത്തുകയാണ്. ആകാശ ലോകത്ത് നിന്ന് വിളിയാളമുണ്ടാവുകയാണ്. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നാ, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കണേ, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കണേ. വഫ്രിഷൂ ലഹു ഫിറാശൻ ഇലൽ ജന്നാ, സ്വർഗത്തിലേക്ക് ഒരു പട്ടുടയാടകൾ വിരിച്ചു കൊടുക്കണേ. ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണേ. ദുനിയാവിലെ ഭർത്താവ് വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വരുമ്പോ ബെഡ്ഷീറ്റ് എല്ലാം വൃത്തിയാക്കി വിരിച്ചു തരാൻ ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യയിൽ നിന്ന് വിട പറഞ്ഞു പോയ ഭർത്താവാണ് ഒറ്റപ്പെട്ട ഖബർ ജീവിതത്തിൽ കഴിയുന്നതെങ്കിൽ ആ ഖബറിനകത്ത് അതാ സ്വർഗലോകത്ത് നിന്ന് മാലാഖമാർ പട്ടുടയാടകളുമായി ഖബറിലേക്ക് ഇറങ്ങി വന്നിട്ട് അള്ളാന്റെ വിളിയാളത്തോടെ വിളിച്ചു പറയപ്പെടുന്നു, ഇതാ ഖബറിലേക്ക് വിരിച്ചു കൊടുക്കണേ, ഖബറിൽ സ്വർഗം വിതരണേ, ഖബറിൽ സുഗന്ധം വിതരണേ, ഖബറിൽ സ്വർഗലോകത്തിലേക്കുള്ള പരിമളം ആസ്വദിക്കാൻ ഒരു വാതിൽ തുറന്നു കൊടുക്കണേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ മാതാ ഉരിള അലൈഹി മഖഅദഹു മിനൽ ജന്നതി അബിന്നാർ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിനകത്ത് കിടക്കുമ്പോ രാവിലെയും വൈകുന്നേരവും അവന്റെ സങ്കേതം നാളെ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഇൻകാന മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണെങ്കിൽ ഫമിൻ അഹ്ലിൽ ജന്ന,
സ്വർഗത്തിന്റെ ഫോട്ടോ അവന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കുമത്രേ. അവൻ നരകത്തിന്റെ അവകാശിയാണെങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയായി അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമത്രേ. രാവിലെയും വൈകുന്നേരവും നരകവാസിയാണ് മരിച്ച് ഖബറിൽ കിടക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരവും എടാ ദ്രോഹി ദുഷ്ടാഹങ്കാരി നിന്റെ സങ്കേതമാണടാ, ഈ ഖബറിനകത്ത് നിന്നെ കാണിക്കുന്ന സങ്കേതമുണ്ടല്ലോ, ഈ നരക കുണ്ടാരമാണടാ നിനക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് രാവിലെയും വൈകുന്നേരവും അവനെ കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. സാലിഹായ മനുഷ്യനാണെങ്കിൽ അവനോട് ഇത് പറയപ്പെടുമ്പോ അവൻ സന്തോഷത്തോടുകൂടി ഈ ഉത്തരങ്ങളെല്ലാം പറയുമ്പോ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാനുള്ള ആഹ്വാനം ലഭിക്കുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഒരാൾ ഓടി വരികയാ, അവന്റെ സമീപത്ത് നിൽക്കുകയാണ്. ഉടനെ പറയുകയാണ് അബ്ശിർ അബ്ശിർ ബിൽ ഖൈരി യാ ഇബാദല്ലാഹ് അബ്ദല്ലാഹ് ബശറക്കല്ലാഹു ബിൽ ഖൈർ ബശറക്കല്ലാഹു ബിൽ ഖൈർ. പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സാലിഹായ മനുഷ്യനാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ ആ സാലിഹായ മനുഷ്യനെ നോക്കിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറയുകയാണ് സന്തോഷിച്ചോ സന്തോഷിച്ചോ, സ്വർഗം കൊണ്ട് അല്ലാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, നീ നല്ലവനാണ്, നിന്നെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, നിനക്ക് അല്ലാഹു സ്വർഗം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് യുവകോമളനായ സുസ്മേരവദനായ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഒരാൾ മൻകറിന്റെയും നക്കീറിന്റെയും ഇടയിലൂടെ കടന്നു വരുമ്പോ ഈ മയ്യത്ത് അവനോട് ചോദിക്കുകയാണ് മൻ ഹാദർ റജുൽ വജ്ഹുക വജ്ഹുക കവജ്ഹി ശംസ്. നീ ആരാണ്, നീ ഏവനാണ്, നീ ഏത് ചെറുപ്പക്കാരനാണ്, നീ എന്തിനാണ് വന്നത്? ജാക ബിൽ ഖൈർ, നന്മയുമായിട്ടാണല്ലോ നീ കടന്നു വന്നത്. നിന്റെ മുഖത്തിന്റെ ഭാവം കാണുമ്പോ സൂര്യ തേജസ് പോലെ പ്രകാശിക്കുകയാണല്ലോ. ആരാണ് നീ, ആരാണ് നീ? അഖ്ബിർനി, ഒന്നറിയിച്ചു തരുവോ, ഒന്നറിയിച്ചു തരുവോ? ആരടി മണ്ണിനകത്തുള്ള സംവാദമാണ്, ആരടി മണ്ണിനകത്തുള്ള സംസാരമാണ്, ആരടി മണ്ണിനകത്തെ സംഭാഷണമാണ്, ആരെങ്കിലും അറിയുന്നുണ്ടോ? സാലിഹായ മനുഷ്യ, 1 ഗ്രാം സ്വർണത്തിന് പിശുക്ക് കാണിച്ചാൽ ഈ സ്വർഗലോകത്തിന്റെ അനുഭൂതി ആസ്വദിക്കാൻ കഴിയുകയില്ല. പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും കൊടുക്കുന്നവരാണ്. ഇനി 1 കോടി നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാലും അതെല്ലാം അള്ളാന്റെ ഖജനാവിൽ ഒന്നുമല്ല. ഖബറിന്റെ അവസ്ഥ കാണുമ്പോ നീ സ്വന്തമായി പറയും, പടച്ചവനെ ഇത്രത്തോളം സുഖഭോഗങ്ങൾ നീ എനിക്ക് ഖബറിൽ തരുമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ വീടും സ്ഥലവും മുഴുവനും നിന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്ന് ഖബറിനകത്ത് പോകുമ്പോ നീ വിരൽ കടിച്ചുകൊണ്ട് പറയുമെങ്കിൽ സഹോദരാ, അതിനവിടെ സ്ഥാനമില്ല, സ്ഥാനമില്ല. ദുനിയാവിൽ വെച്ച് നീ അങ്ങനെ പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായി നിന്റെ കോലത്തിലെത്തുകയാണ്, നിന്റെ മുന്നിലെത്തുകയാണ്. എടോ സഹോദരാ, നിന്റെ മുഖം കാണാൻ എന്ത് രസമാണ്, നിന്റെ മുഖത്തിന്റെ ലാവണ്യം എന്ത് പ്രസരിപ്പുള്ളതാണ്, നിന്റെ കണ്ണെത്ര രസമാണ്, നിന്റെ കവിളെത്ര രസമാണ്, നിന്റെ ആകാര സൗഷ്ഠവം കണ്ട് ഞാൻ ആനന്ദിക്കുകയാണ്. ആരാണ് നീ, ആരാണ് നീ എന്ന മയ്യത്ത് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ് അനാമലുക സാലിഹ്, നീ ചെയ്ത നമസ്കാരമാ, നീ പിടിച്ച നോമ്പാ, നീ കൊടുത്ത സകാത്താ, നീ കൊടുത്ത സദഖയാ, നീ ഓതിയ ഖുർആൻ പാരായണമാ, നീ ചൊല്ലിയ സ്വലാത്താണ്, നീ ചൊല്ലിയ ദിക്റാണ്, നീ ചൊല്ലിയ ഇസ്തിഗ്ഫാറാ. നാടിനു വേണ്ടി നന്മ ചെയ്തവനല്ലേ? ആ നന്മകൾ മുഴുവനും ഒരു സാലിഹായ മനുഷ്യന്റെ, സുന്ദരനായ മനുഷ്യന്റെ കോലത്തിൽ അല്ലാഹു രൂപപ്പെടുത്തിയിട്ട് ഒറ്റപ്പെട്ട ഖബർ ജീവിതം നയിക്കുമ്പോ ആ ഖബറിന്റെ കാലൊച്ചകൾക്കിടയിൽ നീ വെന്തുരുകാതെ, നീ വിങ്ങിപ്പൊട്ടാതെ, നിന്റെ മനപ്രയാസത്തിൽ നിന്ന് നീ തളർന്നു പോകാതെ നിന്നെ സന്തോഷിപ്പിക്കാൻ അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നിനക്ക് സന്തോഷിക്കാനും നിനക്ക് സമാധാനം പറയാനും നിന്നോട് സല്ലപിക്കാനും ഖിയാമത്ത് നാൾ വരെ ഞാനുണ്ടാകും എന്ന് ആ മയ്യത്തിനോട് പറയപ്പെടുമ്പോ ആ മയ്യത്ത് പറയുകയാണ് യാ റബ്ബി അഖിമിസ്സാ 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 കൈ
അല്ലാഹുവേ, ഈ ലോകമെന്ന് അവസാനിപ്പിക്കു പടച്ചവരെ, ഈ ലോകത്തിനൊരു അന്ത്യം കൊടുക്കു പടച്ചവരെ. ഈ ഖബറിനകത്തുള്ള സന്തോഷത്തെ എന്റെ കുടുംബക്കാരോട് ഞാനൊന്ന് പങ്കിടട്ടെ, അവരോട് ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. ഗൾഫിലേക്ക് യാത്ര തിരിക്കുമ്പോ മണിക്കൂറുകളോളം, കിലോമീറ്ററുകളോളം, 10,000-കണക്കിന് കിലോമീറ്ററുകൾ കണക്ക് യാത്ര ചെയ്തിട്ട് ദുബായിലെത്തിയിട്ട്, ലണ്ടനിലെത്തിയിട്ട്, യൂറോപ്പിലെത്തിയിട്ട്, അമേരിക്കയിലെത്തിയിട്ട് പള്ളത്തുള്ള വീട്ടിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തന്റെ കാന്തന്റെ ഭർത്താവിന്റെ ഫോണിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ രാവിലെ യാത്ര തിരിച്ച തന്റെ ഭർത്താവാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്ഥാനത്തെത്തിയോ ഇല്ലയോ? അവിടുത്തെ ഫോൺ കോള് കിട്ടാതെ ഭാര്യയ്ക്ക് ഉറക്കമില്ല എങ്കിൽ ഖബറിനകത്ത് സന്തോഷ വാർത്ത ലഭിക്കുമ്പോ അത് ഭാര്യയെ വിളിച്ചറിയിക്കാൻ കഴിയില്ല, ഉപ്പായെ വിളിച്ചറിയിക്കാൻ കഴിയില്ല, ഉമ്മായെ വിളിച്ചറിയിക്കാൻ കഴിയില്ല. പിന്നെ സന്തോഷത്തോടെ റബ്ബിനോട് പറയാം, അല്ലാ ഈ ദുനിയാവ് അസ്തമിപ്പിക്കണേ അല്ലാ, എന്റെ മക്കളെ ഞാനൊന്ന് കണ്ട് ഈ സന്തോഷ വാർത്ത പറയട്ടെ, എന്റെ കുടുംബക്കാരെ കണ്ട് സന്തോഷ വാർത്ത പറയട്ടെ എന്ന് ആ സന്തോഷത്തോടെ സാലിഹായ മനുഷ്യൻ ഖബറിൽ കിടന്ന് സന്തോഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഒരു അവസ്ഥ നമുക്ക് നൽകുമാറാകട്ടെ, ആ ഒരു അവസ്ഥ നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. പടച്ചവനെ, ആ ഖബറിനകത്ത് ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന 1 രൂപയെങ്കിലും റബ്ബേ ആ ഖബറിൽ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ കൊണ്ടു നിർത്തി ഞങ്ങളെ ആസ്വദിപ്പിക്കണേ അല്ലാ, സമാധാനിപ്പിക്കണേ അല്ലാ. കാണുന്നതെന്നാ